നമസ്കാരം. ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തോടെ വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ. വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സൈബർ അടുത്ത ചർച്ച നടക്കുമ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കുന്നത് വുമൺ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന കൂട്ടായ്മ 2021 ജൂണിൽ പങ്കുവച്ച വേടനെതിരെയുള്ള മീറ്റു ആരോപണമായിരുന്നു. മദ്യലഹരി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമായിരുന്നു ആരോപണം. സുഹൃത്ത് വലയത്തിൽ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് നുണ പ്രചരിപ്പിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു. ഇതിന് സമാനമാണ് കൊച്ചിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസും. പരിചയപ്പെട്ട് കഴിഞ്ഞാലുടൻ സ്ക്വാഡ് ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുക, പങ്കാളിക്ക് വേദനിച്ചാലും കൂടുതൽ വേദനിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും വീണ്ടും അതിനെ സമീപിക്കുക, ലൈംഗികമായി ബന്ധപ്പെട്ടുവെന്ന് കൂട്ടുകാരോട് കള്ളം പറയുക തുടങ്ങിയ ആരോപണങ്ങളാണ് വുമൺ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റിൽ അംഗങ്ങളായ സ്ത്രീകൾ ആരോപിച്ചത്. സംവിധായകൻ മുഹസിൻ പരാരിയുടെ ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് വേടനെതിരെ മീറ്റു ആരോപണം ഉയർന്നത്. പിന്നാലെ ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് മുഹസിൻ പരാരി അറിയിക്കുകയും ചെയ്തു. ആരോപണങ്ങൾ പുറത്തു വന്നതോടെ വേടൻ മാപ്പ് പറഞ്ഞു. ഈ പോസ്റ്റ് നടി പാർവതി തിരുവോത്ത് ലൈക്ക് ചെയ്തത് വിവാദമായി. ഇതിനിടെ കേരളീയം മാസികയിൽ വേടൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ അഭിമുഖവും എത്തി. ഈ അഭിമുഖം വായിച്ച യുവ ഡോക്ടറാണ് വേടനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കേരളീയം മാസികയിൽ വന്ന അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. കഞ്ചാവ് കൈവശം വെച്ചുവെന്ന കേസിലെ പ്രതിയായ റാപ്പർ ഹിരൺദാസ് മുരളിക്ക് നേരെ ഉയർന്ന മീറ്റു കേസുകൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിട്ട അതിജീവിത കേരളീയം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആരതി എം.ആറിനോട് സംസാരിക്കുന്നു. ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന എനിക്ക് ഹിരൺദാസിനെതിരെ കേസിന് പോവാനോ സംഭവിച്ചതെന്ന് തുറന്നു പറയാനോ ഉള്ള സാമൂഹിക സാഹചര്യങ്ങൾ പോലുമില്ല. 2021 മറ്റു അതിജീവിതകൾ മീറ്റു പോസ്റ്റിടാൻ മുന്നോട്ട് വന്നപ്പോൾ പോലും എന്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദന, അതിന്റെ ആഘാതം എനിക്ക് മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു. അന്ന് ഹിരൺദാസിനെതിരെ പറഞ്ഞതിൽ നിന്നും സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഹിരൺദാസിനുള്ള കൾച്ചറൽ ക്യാപിറ്റൽ എന്നെ പോലുള്ളവർക്ക് അവനെതിരെ വെറുതെ ഒന്ന് നിൽക്കാൻ പോലും പേടിപ്പെടുത്തുന്നതാണ്. ഞങ്ങളെ ഇപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള വിരലിലെണ്ണാവുന്ന കുറച്ചു പേരുണ്ട്. ഞങ്ങൾക്ക് മുഖവും പേരും ഇല്ലാത്തതിനാൽ ഒരു പരിധിക്കപ്പുറം അവരും നിസ്സഹായരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയല്ലോ എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ചോദ്യങ്ങളുമായി എത്തുന്ന സ്ത്രീപക്ഷവാദി എന്ന് സ്വയം പറയുന്നവർ യഥാർത്ഥത്തിൽ ആ ആശയത്തെ, അതിന്റെ സത്തയെ അപമാനിക്കുന്ന തരത്തിലാണ് ഇടപെടുന്നത്. കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണോ അവർക്ക് ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വരുന്നതെന്ന സംശയവും എനിക്കുണ്ട്. ഹിരൺദാസ് മുരളി എന്ന വേടൻ ഇതുവരെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല. ബന്ധത്തിൽ ഉണ്ടാകുമ്പോൾ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങളല്ലേ അവന് മാപ്പ് കൊടുക്കണോ, അവനത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഇതുവരെ ഹിരൺദാസ് മുരളി ചെയ്ത ഒരു വൃത്തികേടുകൾക്ക് പോലും അക്കൗണ്ടബിലിറ്റി എടുക്കാനോ ഞങ്ങളോട് മാപ്പ് ചോദിക്കാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞല്ലോ എന്ന വാദം പ്രസക്തവുമല്ല. അതിനാൽ തന്നെ അതിജീവിതകൾ അവരുടെ ജീവിതം നോക്കി ജീവിക്കുന്നു എന്നൊക്കെയുള്ള നുണകൾ പറയാതിരിക്കുക. പുരുഷന് വേണ്ടി മാത്രം ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത്. അവരുടെ സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക. ഇയാൾ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ കഴിവിനെ തള്ളി പറയരുതെന്ന് നിരന്തരം ഉപദേശങ്ങൾ നേരിടേണ്ടി വരിക എന്നൊക്കെയാണ് നിങ്ങൾ ഉപദേശിക്കുന്ന സ്വാഭാവിക ജീവിതമെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്നത്. വേടന്റെ കൂട്ടുകാരോട് എന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും വേടന്റെ അമ്മയെ ഒരു മോശം സ്ത്രീയായി അവൻ തന്നെ അവതരിപ്പിക്കുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറുപടിയായി ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് മറ്റൊരു വശമുണ്ടെന്ന അഭിപ്രായം ഞാൻ പങ്കുവച്ചതിനും അവന്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിൽ എത്തിക്കുന്ന പോലെ വയലന്റായി സെക്സ് ചെയ്യുകയും എനിക്ക് താല്പര്യമില്ല, എനിക്ക് കഴിയില്ലെന്ന് പലകുറി ആവർത്തിച്ചിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം. എന്റെ ദേഷ്യം ഞാൻ അങ്ങനെ തീർത്തുവെന്ന് സുഹൃത്ത് വട്ടങ്ങളിൽ അഹന്തയോടുകൂടി പറഞ്ഞു വെക്കുന്ന ഒരാളെ ഏത് തരത്തിൽ കാണാമെന്ന് ഞങ്ങളെ ആരും പഠിപ്പിച്ചു തരരുത്. എന്റെ ഏജൻസി തൽക്കാലം ആർക്കും ഞാൻ കൈമാറിയിട്ടില്ല. വേടൻ അന്നത്തെ പ്രശ്നത്തിന് ശേഷം മാറിയല്ലോ എന്ന് ചോദിക്കുന്നവരോട് കഴിഞ്ഞ മാസവും താൻ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന്
ഇഷ്ടമാണെന്ന് പറഞ്ഞ വ്യക്തിയോട് വളരെ മോശമായി ഇവൻ പെരുമാറിയതായും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതായും വളരെ ക്യൂർഫോബിക് കമന്റ്സ് പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും എത്ര സ്ത്രീകൾ ഇതുപോലെ നേരിടേണ്ടി വരുമെന്നറിയില്ല. ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുന്നത് അവൻ പറയുന്ന രാഷ്ട്രീയവും കലയും നൽകുന്ന അധികാരവും ആരാധക വൃന്ദവുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് വേടൻ പീഡിപ്പിച്ച പെൺകുട്ടി അഭിമുഖത്തിൽ പറയുന്നത്.